ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ബാലവേല തടയാം, ബാല്യകാലം സുരക്ഷിതമാക്കാം. നാളെ ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. കളിച്ചുല്ലസിക്കേണ്ട പ്രായത്തിൽ പുസ്തക സഞ്ചിയുമേന്തി വിദ്യാലയങ്ങളിലേക്ക് നടന്നു നീങ്ങേണ്ട ബാല്യങ്ങളെ ഫാക്ടറികളിലെ കരിപ്പുകയിലേക്കും ഹോട്ടലുകളിലെ എച്ചിൽ പാത്രങ്ങളിലേക്കും തള്ളിവിടുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള ലോകത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 2002 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദാരിദ്ര്യവും നിരക്ഷരതയും ചൂഷണവും ചേർന്ന് കോടിക്കണക്കിന് കുട്ടികളുടെ മനോഹരമായ നാളെയാണ് ഇരുട്ടിലാക്കുന്നത്. ആഗോളതലത്തിൽ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും ശക്തമാണെങ്കിലും ഇന്നും ലക്ഷക്കണക്കിന് കുരുന്നുകൾ തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഠിനാധ്വാനത്തിന് ഇരയാകുന്നുണ്ട്. സാങ്കേതിക വിദ്യയും നവയുഗ ചിന്തകളും പുരോഗമിക്കുകയും നിർമ്മിത ബുദ്ധി പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ലോകത്തെ മാറ്റിമറിക്കുകയും ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ പോലും ലഭിക്കാതെ ഒരു കൂട്ടം കുട്ടികൾ തെരുവുകളിൽ വിയർപ്പൊഴുക്കുന്നു എന്നത് ലജ്ജാകരം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ബാലവേല വിരുദ്ധ ദിനം കൂടുതൽ പ്രസക്തമാകുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികൾക്ക് കളിമുറ്റം, മുതിർന്നവർക്ക് മാന്യമായ തൊഴിൽ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം മുതിർന്നവർക്ക് സ്ഥിര വരുമാനവും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കിയാൽ മാത്രമേ കുടുംബങ്ങൾക്ക് കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് ഈ സന്ദേശം അടിവരയിടുന്നു. കുട്ടികളെ ശാരീരികവും മാനസികവും സാമൂഹികവുമായി വേദനിപ്പിക്കുന്ന തൊഴിലുകളെയാണ് ബാലവേലയായി നിർവചിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കോടാനുകോടി കുട്ടികളാണ് ഇന്ന് ബാലവേലയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവർ, അകാലത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിലുള്ളവർ, അഭയാർത്ഥികൾ തുടങ്ങി പറക്കമുറ്റാത്ത പ്രായത്തിൽ തന്നെ ജീവിതഭാരം ചുമലിലേറ്റി തെരുവോരങ്ങളിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട നിരവധി കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഭക്ഷണശാലകളിൽ, കൃഷിയിടങ്ങളിൽ, കച്ചവട കേന്ദ്രങ്ങളിൽ തുടങ്ങിയിടങ്ങളിലെല്ലാം ബാലവേലയുടെ ദൈന്യതയാർന്ന മുഖങ്ങൾ നമുക്ക് കാണാനാകും. ഖനിയിടങ്ങൾ, പടക്ക നിർമ്മാണശാലകൾ, കീടനാശിനി നിർമ്മാണശാലകൾ തുടങ്ങി അപകടകരമായ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ പണിയെടുക്കുന്ന കുട്ടികളുടെ എണ്ണവും ചെറുതല്ല. നിലവിൽ ലോകത്താകമാനം 160 ദശലക്ഷം കുട്ടികൾ ബാലവേലയ്ക്ക് വിധേയരാകുന്നുണ്ടെന്നാണ് യൂണിസെഫ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോകത്ത് 10 കുട്ടികളിൽ ഒരാൾ എന്ന കണക്കെ ഉപജീവനത്തിനായി വിവിധ ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ബാലവേല ഏറ്റവും കൂടുതലായുള്ളത്. ഈ മേഖലയിലെ കുട്ടികളിൽ 5ൽ 1 ഭാഗം വിവിധ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്നു. ഇന്ത്യയിൽ 40 ലക്ഷത്തോളം കുട്ടികളാണ് ബാലവേല ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ബാലവേലയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം തുലോം കുറവാണെന്നും ഇക്കാര്യത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്നും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ വാർത്താ തരംഗിണിയോട് പറഞ്ഞു. കുട്ടികളുടെ ഭൗതികവും ശാരീരികവുമായ എല്ലാ അവസ്ഥകൾക്കും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബാലവേല എന്ന അപരിഷ്കൃതമായ സംവിധാനം. അത് ലോകത്തെവിടെയായാലും അങ്ങനെ തന്നെയാണ്. കുട്ടികളെ വളരെ ചെറിയ തുക നൽകി, ചിലപ്പോഴൊന്നും നൽകാതെയും കഠിനമായ ജോലികൾ ചെയ്യിക്കുന്നത് വഴി അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു, അവരുടെ ചിന്താശേഷി ക്ഷയിക്കുന്നു. അവർ ലോകത്തിന് ഉപയോഗപ്പെടുന്ന തരത്തിലല്ലാത്ത ജീവച്ഛവങ്ങളായ വെറും മനുഷ്യരൂപങ്ങൾ മാത്രമായി തീരുന്നു എന്നുള്ളതാണ് ഈ ബാലവേലയുടെ ഇതുവരെയുള്ള അനുഭവവും അതിന്റെ ദുരന്തവും. തീർച്ചയായും നമ്മുടെ ഇന്ത്യയും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് വിനോദം ലഭ്യമാവുന്നില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാവുന്നില്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അവകാശങ്ങളിലൊന്നായ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഇതുകൊണ്ടുണ്ടാവുക. കുട്ടികളെ അവരുടെ സന്തോഷത്തിന്റെയും സ്വപ്നങ്ങളിലേക്കും നയിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യത്തിന് വളർച്ച പ്രാപിക്കാനുള്ള അനുകൂലമായ അന്തരീക്ഷം നൽകേണ്ടതും നമ്മുടെ സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കൂട്ടായ ഉത്തരവാദിത്വമായിരിക്കണം. അവരിലുള്ള സഹജമായ കഴിവുകളെ വളർത്തിയെടുക്കാനും
ഫലപ്രദമായി അത് വികസിപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ കുട്ടികൾക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും സഹകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല ബോധവൽക്കരണവും പ്രയത്നവും നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. കേരളം ഒരു മാതൃകയാണ്. തീർച്ചയായും ബാലവേലയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുലോം കുറവാണ്. എങ്കിൽ പോലും ഒരു കുട്ടി പോലും ഒരു തരത്തിലും ബാലവേലയിൽ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് കമ്മീഷൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ സമൂഹമാകെ ഒന്നായി മുന്നേറണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്ത് 1986 ബാലവേല നിരോധന നിയമവും 1987 ബാലവേലയ്ക്കെതിരായ ദേശീയ നയവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ നയങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമങ്ങളും കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നത് കർശനമായി വിലക്കുന്നതായി നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പരണിയം ദേവകുമാർ വിശദമാക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയും വികസനവും നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ കുട്ടികളുടെ സമഗ്ര വികസനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു രാഷ്ട്രത്തിന്റെയും പ്രാഥമിക കർത്തവ്യമാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 21A, ഫാക്ടറികൾ, ഖനികൾ തുടങ്ങിയ അപകടകരമായ ജോലിസ്ഥലങ്ങളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിൾ 24, 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മതിയായ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 45 തുടങ്ങിയ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഇത്തരുണത്തിൽ പ്രസ്താവ്യമാണ്. തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം കൊണ്ടുവന്നു. 2016 ഭേദഗതി നിയമത്തിലൂടെ ഇവയുടെ വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് സമ്പൂർണമായി നിരോധിക്കുകയുമുണ്ടായി. നിരവധി തൊഴിലുകളും പ്രക്രിയകളും ഈ നിയമത്തിന്റെ പരിധിയിൽ നിരോധിതമാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട ജോലികൾ, ഖനികളിലെ ജോലികൾ, ഫാക്ടറികളിലെ ജോലികൾ തുടങ്ങിയവ നിരോധിത തൊഴിലുകളുടെ പരിധിയിലും ബീഡി നിർമ്മാണം, പരവതാനിക്ക് വേണ്ടിയുള്ള നെയ്ത്ത്, സിമന്റ് നിർമ്മാണം, തീപ്പെട്ടി നിർമ്മാണം തുടങ്ങിയവയൊക്കെ തന്നെയും നിരോധിത പ്രക്രിയകളുടെ ഗണത്തിലും പെടുത്തിയിരിക്കുന്നു. ഫാക്ടറികൾ, ഖനികൾ, റെയിൽവേ തുടങ്ങി കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ളവയിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും മറ്റു സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ ഇവ നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുമാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. ഏതെങ്കിലും തൊഴിലുടമ ഈ നിയമം ലംഘിക്കുന്നതായാൽ 1 വർഷം വരെ തടവോ 20,000 രൂപ പിഴയോ നൽകാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനത്ത് ബാലവേല നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിച്ച് തുടർ സഹായം നൽകുന്നതിനുള്ള സേവനം ലഭ്യമാക്കി വരുന്നതായി തിരുവനന്തപുരം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എസ് ചിത്രലേഖ വ്യക്തമാക്കി. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി നിരവധി സർക്കാർ ഇതര സംവിധാനങ്ങൾ നിലവിലുണ്ട്. നോഡൽ വകുപ്പായ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾക്കാണ് ജില്ലകളിൽ കുട്ടികളുടെ സംരക്ഷണത്തിന്റെ ഏകോപന ചുമതലയുള്ളത്. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ബാലനീതി നിയമത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലവേല നിരോധനവും ക്രമപ്പെടുത്തലും ആക്ട് 1986 അതിന്റെ 2016 ഭേദഗതിയും. സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ശരണബാല്യം പദ്ധതി പ്രകാരം ബാലവേല നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിൽ ജില്ലകളിൽ നടന്നു വരുന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ജില്ലാ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയിൽ ജില്ലകളിൽ നടപ്പാക്കേണ്ട വിവിധ ബാലവേല പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കി വരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ലേബർ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെയും ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെയും സഹകരണത്തോടെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾ ബാലവേലയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സെർച്ച് ഡ്രൈവുകൾ നടത്തുകയും പ്രസ്തുത പ്രദേശങ്ങളിൽ ബാലവേലയ്ക്കെതിരെ അവബോധ പരിപാടികൾ നടത്തിവരികയും ചെയ്യുന്നു. ബാലവേല നടക്കുന്നതായി സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് 1098 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ബാലവേല തടയുന്നതിനായി ജില്ലാതല ടാസ്ക് ഫോഴ്സുകൾ നിലവിലുണ്ട്. തൊഴിൽ വകുപ്പ്, ശിശുവികസന വകുപ്പ്, പോലീസ്, ചൈൽഡ് ലൈൻ എന്നിവ സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങളും പരിശോധനകളും നടത്തിവരുന്നു. ഇതിനു പുറമെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രതിമാസ സ്ഥാപന പരിശോധനകളും നടത്തിവരുന്നതായി തിരുവനന്തപുരം ജില്ലാ മുൻ ലേബർ ഓഫീസർ രജിത ആർ പറഞ്ഞു. 14 വയസ്സ് പൂർത്തിയാകാത്തവരെയാണ് ചൈൽഡ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
1 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. ആയതിനാൽ 14 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളെ യാതൊരു കാരണവശാലും ഒരു തൊഴിലിലും ഏർപ്പെടുത്തരുത് എന്നാണ് നിയമം വിഭാവനം ചെയ്യുന്നത്. 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ അഡോളസെന്റ് എന്ന ഗണത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരെ അപകടകരമല്ലാത്ത സാഹചര്യങ്ങളിൽ ജോലി സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്രകാരം ജോലി ചെയ്യിപ്പിക്കുമ്പോൾ നിയമം അനുശാസിക്കുന്ന തരത്തിലല്ല ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കുട്ടികളെ ബാലവേല ചെയ്യിക്കുന്നതായി കണ്ടെത്തിയാൽ ആ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. കൂടാതെ അപ്രകാരം ജോലി ചെയ്യിപ്പിച്ച തൊഴിലുടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നതായോ കൗമാരക്കാരെ അപകടകരമായ തൊഴിലിൽ ഏർപ്പെടുത്തുന്നതായോ കണ്ടെത്തിയാൽ അപ്രകാരം തൊഴിലെടുപ്പിച്ച സ്ഥാപന ഉടമയ്ക്കെതിരെ ബാലവേല നിരോധന നിയമപ്രകാരം 6 മാസം മുതൽ 2 വർഷം വരെയുള്ള തടവോ അല്ലെങ്കിൽ 20,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാവുന്നതാണ്. ഒരേ തൊഴിലുടമയുടെ ആവർത്തിച്ചുള്ള കുറ്റത്തിന് 1 വർഷം മുതൽ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. ആയതിനാൽ ഒരു തൊഴിലുടമയും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക എന്നതാണ് ഉത്തമം. ബാലവേല തടയുന്നതിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെന്ന പോലെ സമൂഹത്തിനും സാമൂഹിക സംഘടനകൾക്കും പ്രമുഖ സ്ഥാനമുണ്ട്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും നൊബേൽ സമ്മാന ജേതാവുമായ കൈലാഷ് സത്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള ബച്പൻ ബച്ചാവോ ആന്തോളൻ ഈ ദിശയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ബച്പൻ ബച്ചാവോ ആന്തോളൻ കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ പ്രസിഡൻ കുന്നംപള്ളി. ബാലവേല ഇല്ലാതെ നടപ്പിലാക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യക്ഷമമായ പരിശ്രമം ആവശ്യമാണ്. ഇതിനായി പല തലങ്ങളിൽ എല്ലാ രാജ്യങ്ങളും പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ചു വരികയാണ്. ഓരോ രാജ്യങ്ങളും അതിൻ്റെ നിയമങ്ങളും നയങ്ങളും ശക്തമാക്കുകയും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിതാന്തം പരിശ്രമം നടത്തി വരികയാണ്. നമ്മുടെ രാജ്യത്തെ ബാലവേല വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2001 1,26,00,000 കുട്ടികൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് 2011 അത് 43 ലക്ഷമായി കുറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായി പലപ്പോഴും 20 താഴെയോ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന സംഖ്യ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. നാം ഓരോരുത്തരും ബാലവേല വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആവുകയും നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതവും സമ്പൂർണമായ ബാല്യം നൽകുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യും എന്ന പ്രതിജ്ഞ എടുക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ആണ് ഈ ഒരു ദിനം. നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾക്ക് സുരക്ഷിതവും സന്തോഷകരവുമായ അന്തരീക്ഷമൊരുക്കുക എന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടിയുടെയും ബാല്യം കരിപുരണ്ടതാകരുത്. ദാരിദ്ര്യം മൂലം ഒരു കുഞ്ഞും തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരില്ലെന്നുറപ്പാക്കാൻ സർക്കാരുകൾക്കൊപ്പം പൊതുസമൂഹവും കൈകോർക്കുക. കുഞ്ഞുങ്ങളുടെ കണ്ണിലെ തിളക്കമാണ് നാളത്തെ ലോകത്തിൻ്റെ വെളിച്ചം. കുഞ്ഞുങ്ങൾക്ക് കളിമുറ്റങ്ങളും ക്ലാസ് മുറികളും സമ്മാനിക്കാം. ബാലവേലയില്ലാത്ത എല്ലാ കുട്ടികൾക്കും തുല്യനീതിയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്ന നല്ല നാളേക്കായി നമുക്കൊന്നിച്ച് പ്രതിജ്ഞയെടുക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.